അങ്ങനെ എൻ്റെ ഒരു 2-3 ദിവസത്തെ നൈറ്റ് കഴിഞ്ഞ് ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്കും കൃപ രാവിലെ തന്നെ ഇരുന്ന് അത്ത വിടുന്നുണ്ടായിരുന്നേ. ആ ഒരു അത്തക്കളം കണ്ടപ്പോഴത്തേക്കും ഞാൻ ഞങ്ങളുടെ പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോയിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ കിടന്നുറങ്ങാനൊന്നും സമയമില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ വേഗം ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊന്ന് പുറത്തേക്കാണ് കേട്ടോ പോയത്. ഹോസ്പിറ്റലിലാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകാരും നല്ല രീതിക്ക് അത്തക്കളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് വീണ്ടും നൈറ്റ് ആയിരുന്നു കേട്ടോ, കാരണം ഞങ്ങളുടെ നൈറ്റ് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും അങ്ങനെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു നൈറ്റ് ഞാൻ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റിയ നൈറ്റ് ആയിരുന്നു. തിരുവോണം എടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പേഷ്യൻസ് ഒക്കെ നല്ല രീതിക്ക് കുറവായിരുന്നേ. അതുകൊണ്ട് തന്നെ 12 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ആവാൻ പറ്റിയട്ടോ. പിന്നെ ഞങ്ങളുടെ പ്രാക്ടീസ് ചെയ്യാൻ പോയി. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോഗ്രാം ആണ് കേട്ടോ. ഇതുവരെയായിട്ടും ആരും ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു നൈറ്റ് ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഞാനും അമ്പിളി ചേച്ചിയും ഷീ ചേച്ചിയും ആണ് കേട്ടോ പ്രാക്ടീസിന് ഉണ്ടായിരുന്നത്, അന്ന് നൈറ്റിനുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കി, ബാക്കിയുള്ളവരെയൊക്കെ ഇനി പഠിപ്പിച്ചെടുക്കണം കേട്ടോ. ടൈം ആണെങ്കിൽ ഒട്ടും ഇല്ലതാണ്. ഫൺ പാർട്ടീസ് ഞങ്ങൾ ഇപ്പോൾ കളിക്കുന്ന സ്റ്റെപ്പാണ് ഈ തിരുവാതിരയുടെ അവസാനം വരെ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും വേഗം പഠിച്ചെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനത്തെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഒരു 2-3 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓണം വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ, ആരും കാണാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.